എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നതിന്. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും അതുപോലെ കറി കൂട്ടിയിട്ടും കറി ഇല്ലാതെയും നല്ല തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാനെല്ലാം പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു പാൽപ്പത്തിരി. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ല രുചിയുള്ള പാൽപ്പത്തിരി റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പാൽപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരിയൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയെടുത്ത അരിയിലേക്ക് മുങ്ങിക്കിടക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 2-3 മണിക്കൂറോളം ഒന്ന് കുതിർത്തി വെക്കാം. ഒരുപാട് സമയമൊന്നും കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2 മണിക്കൂറോളം വെച്ചാൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഞാൻ അതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ടേനു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം മിക്സീൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ടിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരക്കുക, അല്ലെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതിയോളം അരി ഇട്ടതിന് ശേഷം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വാട്ടിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കട്ടിയുള്ള പാത്രം നോക്കി എടുക്കുക. ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയിലും അല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് വറുക്കാത്ത 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് കപ്പിനാണോ അരിയെടുത്തിന് ആ ഒരു കപ്പിന് 1/2 കപ്പ് റവയും ചേർത്ത് 2 ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒട്ടും കട്ടകളില്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിതാ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് കുറുകുന്നത് വരെ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കൈവിടാണ്ട് മിക്സ് ചെയ്ത് ഇത് റെഡിയാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് തിക്കായി തുടങ്ങും. ആ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക. അപ്പോൾ ഇതാ തിക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. തിക്കാവുമ്പോൾ ഇത് ഇളക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കുഴപ്പമില്ല. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിച്ചതെല്ലാം ഇതുപോലെ അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിപ്പൊടിയിലും ചെയ്യാം കേട്ടോ. പത്തിരിയെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം. അരി തന്നെ കുതിർത്തിയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സമയത്ത് ചെയ്യാൻ. ഞാനൊന്ന് കയ്യിൽ മാറ്റിയിട്ടുണ്ട്. എന്നിട്ടൊരു സ്പാച്ചില എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രൈ ആയി നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ, നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക ആ ഒരു രീതിയിൽ ആയി കിട്ടണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലോണം വറ്റിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടെല്ലാം പോയതിന് ശേഷം എടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കുമ്പോൾ അത്യാവശ്യം ചൂടെല്ലാം പോയിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടാവും. അപ്പോൾ അതുപോലെ ചെയ്യുക. ഇതാ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെയാണ് മാവ് റെഡി ആയിട്ടുള്ളത്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ആ ഒരു രീതിയിൽ തന്നെ അടുപ്പ് ഓഫാക്കുക കേട്ടോ. എന്നാലാണ് കറക്റ്റ് ഈ ഒരു രീതിയിൽ കിട്ടൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മാവ് കുഴച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക ആ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്നും കൂടെ അടച്ച് വെക്കാം.
അപ്പോഴത്തേക്ക് കൂടുതൽ സോഫ്റ്റ് ആവും, നമുക്ക് ഉരുട്ടിയെടുക്കാനെല്ലാം എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴത്തേക്ക് വീണ്ടും നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മാവ് എടുത്തിന്. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക. ചെറിയതാണ് വേണ്ടത് കുറച്ച് മാവ് എടുത്താൽ മതി, മീഡിയമാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുക്കുക. അങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ഉരുള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ അല്പം ഓയിലോ വെളിച്ചെണ്ണയോ തടവിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ മുഴുവനും നമുക്ക് സെയിം രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ മാവ് മുഴുവനും ഞാനിതാ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 22 ബോൾസാണ് കേട്ടോ നമുക്ക് കിട്ടിയതിന്. 22 പാൽപ്പത്തിരി നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഉരുളൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് പരത്തിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിതാ പ്രസ്സിൽ അമർത്താണ് ചെയ്യുന്നത്. പ്രസ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ അമർത്തലാണ് എളുപ്പം. പ്രസ്സിൻ്റെ അടിയിലും മുകളിലും കവർ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൂരിക്കെല്ലാം എങ്ങനെയാണോ പരത്തുന്നത് ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. പ്രസ് ഇല്ലാത്തവരാണെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. പൊടിയല്ല ഇത് പരത്തുമ്പോൾ ഇടേണ്ടത്. ഓയിലൊന്ന് ഈ ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് മുക്കിയതിന് ശേഷം അതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്യുക. പ്രസ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ ഇതുപോലെ അമർത്തിയിട്ട് പൊരിക്കലാണ് നല്ലത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പ്രസ്സിലാവുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മാവ് ഇട്ട് കൊടുക്കുക. മാവ് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ഇനി നമ്മൾ പരത്തിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഉണ്ടാവണം. പിന്നെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. പൊങ്ങുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് അരിപ്പ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അന്നേരം നല്ല ബോൾ പോലെ പൂരി പോലെ ഇതുപോലെ പൊങ്ങി വരും. പൊങ്ങി വന്ന് ഒരു 2-3 സെക്കൻഡ് വെക്കുക. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പൊടിയെല്ലാം നന്നായിട്ട് തന്നെ വേവിച്ച് വാട്ടിയെടുത്തതാണല്ലോ, അതുകൊണ്ട് ഒരുപാട് വേവാനൊന്നുമില്ല. പിന്നെ 1-2 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം മറിച്ചിട്ട ഭാഗവും കൂടി ഒരു 2-3 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഈ ഒരു കളറായാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് നല്ലോണം ബ്രൗൺ കളറൊന്നും ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ പാൽപ്പത്തിരി മുഴുവനും പൊരിച്ചതിന് ശേഷം ഇതുപോലെ സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ നല്ലൊരു തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങാപ്പാലിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ കൂട്ടിയിട്ടോ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയും ബീഫ് കറിയും മാത്രമല്ല, മുട്ടക്കറി ആയാലും മീൻ കറി ആയാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മുക്കിയിട്ട് ഇതുപോലെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അത് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.